എനിക്ക് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഒരു ജോണർ ഇപ്പോൾ എനിക്കൊരു പ്രേമം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്, മഹേഷിൻ്റെ പ്രകാരം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് അതേപോലത്തെ ഒരു ജോണർ എഴുതാനാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ കഥ പറയാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും പ്രൊഡ്യൂസറുടെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും ഇത് നമ്മൾ കാണിക്കും, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് കണ്ടു നോക്കും. അത് കണ്ടിട്ട് അവർക്ക് വർക്കൗട്ട് ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഡിസ്കഷൻസ് പോകുന്നത്. സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ വളരെ ബ്രീഫറായിട്ട് സംഭവം ഷോർട്ട് ഫിലിമിന്റെ ഒരു എക്സ്പാൻഷൻ ആണെന്ന് മാത്രം അറിയാം. സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ ഈ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്ന ട്വിസ്റ്റിംഗ് പോയിന്റ്സ് തന്നെ ആ റീഡിങ്ങിൽ തന്നെ ആ ഇമ്പാക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സാർ ഇതെന്തോ പണിയാണ് സാറേ, നമുക്ക് ഇവിടുന്ന് പോവാം. സാറിന് എന്താ പേടിയാണ്? ഇതുപോലത്തെ ഒരു 2 റൂമിന്റെ സ്പേസ് ഉള്ള അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്, അവിടെ നമ്മൾ സെയിം സ്ഥലത്ത് തന്നെ നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ മാറി ഡയറക്ഷൻ മാറ്റിയാണ്. 6 മണിക്ക് ശേഷം പെർമിഷൻ ഇല്ല. അപ്പൊ നമുക്ക് ശരിക്കും ഒന്നെങ്കിൽ അവിടെ ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പ്രോപ്പർ നൈറ്റിൽ തന്നെ നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്ത് തന്നെ നൈറ്റിന്റെ ലൈറ്റ് അപ്പിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള സാധനത്ത് നമുക്ക് തുടക്കം തൊട്ടേ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ഉണ്ട്, നമ്മുടെ അവിടെ വെള്ളൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഏരിയ കാട് പിടിച്ചിറക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെയാണ് ബാക്കി നൈറ്റ് സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആസിഫ് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് എല്ലാവരും ആസിഫ് ഖാനെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസിഫ് ഖാനെ കാണാനുണ്ടായിരുന്നു. പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ റിലീസിന്റെ തലേദിവസമാണ് ആസിഫ് ഖാനെ പോയിട്ട് കാണുന്നത്. എനിക്ക് ബാക്കിൽ ഇരുന്നിട്ട് സിനിമ കാണണം. അപ്പൊ നമുക്ക് ടെൻഷനാണ്. മീൻസ് ഇപ്പൊ ഈ ചെയ്തു വെച്ചേക്കുന്ന പരിപാടികൾ ഫുള്ളും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, ഒരു കറക്റ്റ് ഒരു സീറ്റ് സ്പോട്ടിലേക്ക് ഇരുന്ന് കാണുമ്പോഴായിരിക്കും പ്രോപ്പറായിട്ട് ആ സൗണ്ടിങ്ങിന്റെ കാര്യം കിട്ടും. അപ്പൊ നമ്മൾ ഞാനും വിഷ്ണു ചേട്ടനും നമ്മൾ ടീം എല്ലാം ഒരുമിച്ചാണ്. അപ്പൊ ഞങ്ങൾ ആസിഫിക്ക് ബാക്കിലിരിക്കണം, പുള്ളി പ്രശ്നമാവും, കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള പേടി. പക്ഷെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആള് പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ക്ലൈമാക്സിൽ ഇവർ മറ്റേ സൗണ്ട് കേൾക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഇവർ 3 പേരും 3 സ്ഥലത്തോട്ട് ചൂണ്ടിട്ട് കൺഫ്യൂഷൻ. അപ്പൊ അത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഓഡിയൻസിന് അവിടെ ഫീൽ ചെയ്യുവാണ്, ഇത് അവിടെ നിന്ന് കേൾക്കുന്നു ഇവിടെ നിന്ന് കേൾക്കുന്നു. അത് ഒരു OTT വന്ന സമയത്ത് ഇവർ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഒരു ഹെഡ്ഫോൺ പോലും യൂസ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിലോട്ട് ആ ഒരു ഫീൽ എത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിക്കലി ആ സാധനം അത് ചേട്ടൻ്റെ ഒരു പരിപാടി അതിനകത്ത് ഭയങ്കരമായിട്ടൊരു മാജിക് അവിടെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് ആൾക്കാരുള്ളതാണ് അതിന്റെ. ഇതിനകത്ത് റിയാലിറ്റി ഇപ്പം കുറെ പറഞ്ഞു, ഇപ്പൊ വേറെ നിങ്ങൾക്ക് വലിയ സ്റ്റാർ കാസ്റ്റിലോട്ട് പോകാം, വലിയ പ്രൊഡക്ഷൻസിലോട്ട് പോകാം. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ക്രൂവും ഇങ്ങനെ ഒരു ടീം ആയതുകൊണ്ടാണ് ഈ ഒരു സിനിമ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഒരു ഷോട്ട് കഴിയുമ്പോൾ അറിയാം, സാധാരണ ഒരു സിനിമ സംഭവിക്കുന്ന സമയത്ത് അവരുടെ ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്യാരവാനിൽ പോയിരിക്കും, അതാണ് രീതി. ഇതങ്ങനെ പോകില്ല. ഇവര് തന്നെ നമ്മളിപ്പോ ഇവരുടെ ഷോട്ട് അല്ല എടുക്കുന്നതെങ്കിലും അടുത്ത ആളുണ്ടെങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യും. നമ്പർ ഓഫ് ഡേയ്സ് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മഴയുള്ള സമയമായിരുന്നു. ശരിക്കും ആ സമയത്ത് വേറെ പടങ്ങൾ മഴ കാരണം നിർത്തിവെച്ചൊരു ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ല, നമുക്ക് ആക്ച്വലി നടക്കുമെന്നറിയില്ല. നമ്മൾ ആക്ച്വലി ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള പരിപാടിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോറസ്റ്റിനുള്ള പെർമിഷൻ എല്ലാം എടുത്തു, അവിടുത്തെ പേയ്മെന്റും കാര്യങ്ങളെല്ലാം അടച്ചു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡു ഓർ ഡൈ ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് ടൈമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു സെറ്റിംഗ് തന്നെ ആയിരിക്കും ഒരു 2-3 സീൻ ഒരേ ലൂപ്പിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിന്ന് ഒരു ടേക്ക് എടുത്ത് പോയി കഴിഞ്ഞ് അത് എഴുതിയിട്ട് ഇമ്മീഡിയറ്റ്ലി അടുത്ത ഇമോഷൻ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ക്ലാരിറ്റി ഉള്ള 4 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും പിന്നെ ഒരു ചീഫ് അസോസിയേറ്റ് കൂടെ ഉണ്ട്. ഹായ് ഹലോ ഗിലേറി വിഷൻ വ്യൂവേഴ്സ്, വെൽക്കം ടു സംഭവം. അതെ, സംഭവം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അപ്പോൾ സംഭവത്തിന്റെ ക്രൂ ആണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ ലെറ്റ് മീ വെൽക്കം ദ ഡയറക്ടർ ജിത്തു സതീശൻ, നജോസ്, എന്നെ ഞാൻ തന്നെ നജോസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ, ദ സിനിമാറ്റോഗ്രാഫർ ആൻഡ് ഓൾസോ ചീഫ് എക്സിക്യൂട്ടീവ് മെൽവിൻ. ഹായ് ആൻഡ് വെൽക്കം. എങ്ങനെയുണ്ട് സംഭവം? ഉഷാറായിട്ട് പോകുന്നത്. അതെ, നിങ്ങളുടെ ഒരു കെമിസ്ട്രി, നിങ്ങളുടെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? കാരണം ഇങ്ങനെ ഒരു ലൂപ്പ് പരിപാടി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ എഴുതുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആവുന്ന സമയത്ത്, ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ല, ഒരു ഐഡിയ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നവീനും ഇനിഷ്യലി ഇന്നായിരുന്നു, മെൽവിനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു കിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഒരു ജോണർ, ഇപ്പോൾ എനിക്കൊരു പ്രേമം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്, മഹേഷിന്റെ പ്രകാരം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് അതേപോലത്തെ ഒരു ജോണർ എഴുതാനാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് സാധനം ഇതിനെ പറഞ്ഞ പോലെ ഇപ്പം ഈ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ വളരെ ബ്രീഫറായിട്ട് സംഭവം ഷോർട്ട് ഫിലിമിന്റെ ഒരു എക്സ്പാൻഷൻ ആണെന്ന് മാത്രം അറിയാം. സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ ഈ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്ന ട്വിസ്റ്റിംഗ് പോയിന്റ്സ് തന്നെ ആ റീഡിങ്ങിൽ തന്നെ ആ ഇമ്പാക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എടാ ഇതിങ്ങനെ അത് കിടിലായിരിക്കും. അപ്പം എക്സ്ട്രീമിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് തിയേറ്ററിൽ ആ ഒരു ഇമ്പാക്ട് കിട്ടണം എന്ന് മാത്രമായിരുന്നു എൻറ്റയർ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് തന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് തിങ് ഇതിൽ ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്, അതായത് ഫസ്റ്റ് മൂവി
ടൈം ലൂപ്പാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിലേക്ക് ആക്ടേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യാന്നുള്ളത്, ഫസ്റ്റ് പ്രൊഡ്യൂസറിനെ ഓൺ ബോർഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ചലഞ്ചാണ്. അതായത് എനിക്ക് തോന്നുന്നത് നമുക്ക് റെഫറൻസ് ഉള്ളത് അപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം മാത്രമാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ തട്ടിക്കൂട്ടിയ ഒരു പരിപാടി. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും വലിയൊരു ബിഗ് സ്കെയിലിലേക്ക് ഒരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം, പിന്നെ ആക്ടറിനെ കൺവിൻസ് ചെയ്യണം, പിന്നെ ഇതെന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കൽ തന്നെ ഒരു വലിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? ബ്രോ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം അതിനകത്ത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാര്യം ഇപ്പം ബേസിക്കലി നമ്മളിപ്പോൾ കഥ പറയുന്ന സമയത്ത്, ഇതിനു മുമ്പും പല കഥകൾ പറയുന്ന സമയത്തും കഥകൾ വർക്കൗട്ട് ആകുന്നുണ്ട്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പ്രോപ്പർ ഇതാണ് നമ്മുടെ ഒരു മേക്കിംഗ് സ്റ്റൈലും അതെങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു ഏകദേശ ധാരണ അവർക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കഥ പറയാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും ഇത് നമ്മൾ കാണിക്കും, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് കണ്ടു നോക്കും, അത് കണ്ടിട്ട് അവർക്ക് വർക്കൗട്ട് ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഡിസ്കഷൻസ് പോകുന്നത്. അപ്പോൾ അത് ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു ഇതിന്. ഇത് ആക്ച്വലി പ്രൊഡക്ഷൻ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ്, ഷോർട്ട് ഫിലിം കണ്ടിട്ട് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇപ്പം ആക്ച്വലി നമ്മളുടെ ഒരു മൂവി എൻതൂസിസ്റ്റ് അല്ലെങ്കിൽ മൂവിയിലേക്ക് എൻട്രി ആവാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇനിയിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കലുണ്ട്. കാരണം ബിക്കോസ് അല്ലാണ്ട് തന്നെ മീൻസ് ഇത് എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളത് ഒരു വലിയ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. അപ്പോൾ അല്ല, ഷോർട്ട് ഫിലിം ചെയ്താൽ പടം ചെയ്യാം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അല്ലേ? അത് നമുക്കൊരു റെഫറൻസ് ആയിട്ടൊരു സാധനം ഉണ്ട് അവിടെ. അപ്കമിങ് എന്നോട് നമ്മളെല്ലാവരും സജസ്റ്റ് ചെയ്തതാണ്. കാരണം ഏതൊരു പ്രൊഡക്ഷന് പോകുമ്പോഴും ഇപ്പം എനിക്കത് വീണ്ടും അത് ഫ്ലിപ്പായി തുടങ്ങി. ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഒരു ക്വാളിറ്റി കാണിച്ചാലേ അവർ ട്രസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം പല വലിയ പടങ്ങളിലും ഇപ്പം ന്യൂ കമ്മർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ബട്ട് ഹി ഹാസ് ബീൻ ആൻ അസോസിയേറ്റ് ഡയറക്ടർ ഫോർ മെനി പ്രോജക്ട്സ്, എന്നാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലേ അവർക്ക് ട്രസ്റ്റ് വരുന്നുള്ള സിറ്റുവേഷനോട്ട് ആയിട്ടുണ്ട് ഇപ്പം. ഓക്കെ ഇതിൽ എനിക്ക് ഫസ്റ്റ് തിങ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി എക്സലന്റ് വർക്ക് ആൻഡ് ഓൾസോ സൗണ്ട് ഡിസൈൻ മീൻസ് ലൈക്ക് അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇൻട്രീഗാണ്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ സൗണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ സ്പെഷ്യലി ഗൺ ഷോട്ട്സ്, പിന്നെ ആ ഒരു ഹൊറർ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാം ഭയങ്കരമായിട്ട്. അപ്പോൾ ആ സൗണ്ട് ആൻഡ് ആ ഡിസൈനറെ കുറിച്ചൊന്ന് പറയാം. ഗോഡ്വിൻ ആണോ? സൗണ്ട് ഡിസൈനിങ് വിഷ്ണു ഗോവിന്ദ് ആണ്. അപ്പം ബേസിക്കലി നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടേ അറിയാലോ ബ്രോ, ഇതിനകത്ത് ബാക്കി ടെക്നീഷ്യൻസ് നമ്മളെല്ലാവരും പുതിയ ആളുകളാണ്. അപ്പൊ അതിനകത്ത് സൗണ്ടിന്റെ കാര്യത്തിലാണ് നമ്മൾ റൈറ്റിംഗ് സ്റ്റേജ് തന്നെ നമുക്ക് സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരാൾ വേണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ ഫസ്റ്റ് തൊട്ടേ വിഷ്ണു ഗോവിന്ദ് എന്ന പേരാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നീഷ്യൻ ഒരാളാണ് വിഷ്ണു ചേട്ടൻ. അപ്പം ആളുടെ ഒരു ഇൻപുട്ട് ഭയങ്കരമായിട്ട് പടത്തെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളും തിയേറ്ററിക്കലി ഇപ്പോൾ ബ്രോ പറഞ്ഞല്ലോ, തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു പരിപാടിയായിരുന്നു നമ്മൾ മെയിനായിട്ടും ഒരു ഫോക്കസ് പോയിന്റ് അത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് OTT പോകുന്ന സമയത്തും ഒരു പോയിന്റിൽ നമുക്ക് ടെൻഷൻ അടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിക്കലി ഇപ്പോൾ ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ആളുകളെ എക്സ്പീരിയൻസ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ സ്പോയിലർ ആയിട്ട് പറയുകയാണ്, ഇപ്പോൾ ക്ലൈമാക്സിൽ ഇവർ മറ്റേ സൗണ്ട് കേൾക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇവർ 3 പേരും 3 സ്ഥലത്തോട്ട് ചൂണ്ടിയിട്ട് കൺഫ്യൂഷൻ. അപ്പൊ അത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഓഡിയൻസിന് അവിടെ ഫീൽ ചെയ്യുവാണ്, ഇത് അവിടെ നിന്ന് കേൾക്കുന്നു ഇവിടെ നിന്ന് കേൾക്കുന്നു ഫീൽ ചെയ്യുകയാണ്. അത് ഒരു OTT വന്ന സമയത്ത് ഇവർ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഹെഡ്ഫോൺ പോലും യൂസ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിലോട്ട് ആ ഒരു ഫീൽ എത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിക്കലി ആ സാധനം അത് ചേട്ടൻ്റെ ഒരു പരിപാടി അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു മാജിക് അവിടെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് ആൾക്കാരുള്ളതാണ് അതിൻ്റെ. സെക്കൻഡ് തിങ്, കാസ്റ്റിംഗ് ഇപ്പം അസ്കറിനെ എങ്ങനെ കൺവിൻസ് ചെയ്തു, വിനീതേട്ടനെ എങ്ങനെ കൺവിൻസ് ചെയ്തു, ആൻഡ് ബാക്കി ക്രൂ എങ്ങനെ ഓൺ ബോർഡ് ആയി? ഇത് തന്നെയാണ് ബ്രോ, ഷോർട്ട് ഫിലിം കാണിച്ചു, ഷോർട്ട് ഫിലിം വർക്കൗട്ടായി, അപ്പൊ അതിനുശേഷം കഥ പറയുന്നു. അതാണ്. പിന്നെ അവർക്ക് സീൻ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ഡൗട്ട് ചോദിക്കും. അപ്പൊ ആ സമയത്ത് ഒരു ക്ലാരിറ്റി കൊടുത്ത് അങ്ങ് പോകാൻ. പിന്നെ അവരെല്ലാവരും ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും അല്ല, ഞാൻ ഇതേ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ലൂപ്പ് പരിപാടി എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്തത്? ചേട്ടാ ഈ പരിപാടി ഇവിടെയാണ്, ഇത് ഇവിടെയാണ്. കാരണം 2 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് പല ഡൗട്ട്സും ഉണ്ട്. ഷൂട്ടിങ്ങിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത് അടുത്ത ടേക്ക് ആണോ അടുത്ത ലൂപ്പിലാണോ എടുക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അല്ല, നമുക്ക് ബേസിക്കലി ബ്രോ ഇത് ബജറ്റിന്റെ ബേസ്, ഒരു ബജറ്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് ഡേയ്സിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ അടിച്ച സാധനങ്ങൾ പോകണം ചില പോയിന്റിലേക്ക്, നമുക്ക് അങ്ങനെ പോകാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇപ്പൊ ചില സാധനങ്ങൾ പെർഫോമൻസിൽ നമുക്ക് ഇപ്പം ഒരു പ്രശ്നം തോന്നിയാലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഒരു പ്രശ്നം തോന്നിയാലോ ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് അത്രയും
പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മഴയുള്ള സമയമായിരുന്നു. ഓക്കെ. ശരിക്കും ആ സമയത്ത് വേറെ പടങ്ങൾ മഴ കാരണം നിർത്തിവെച്ചൊരു ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ല, നമുക്ക് ആക്ച്വലി നടക്കുമെന്നറിയില്ല. നമ്മൾ ആക്ച്വലി ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള പരിപാടിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോറസ്റ്റിനുള്ള പെർമിഷൻ എല്ലാം എടുത്തു, അവിടുത്തെ പേയ്മെന്റും കാര്യങ്ങളെല്ലാം അടച്ചു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡൂ ഓർ ഡൈ ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് ടൈമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു സെറ്റിംഗ് തന്നെ ആയിരിക്കും ഒരു 2-3 സീൻ ഒരേ ലൂപ്പിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ നിന്ന് ഒരു ടേക്ക് എടുത്ത് പോയി കഴിഞ്ഞ് അത് എഴുതിയിട്ട് ഇമ്മീഡിയറ്റ്ലി അടുത്ത ഇമോഷൻ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ സാധനങ്ങളാ പോയിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ക്ലാരിറ്റി ഉള്ള 4 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും, പിന്നെ ഒരു ചീഫ് അസോസിയേറ്റ് കൂടെ ഉണ്ട്. പക്ക ഷോർട്ട് ഡിവിഷൻ വെച്ചാണ് ഓരോ ലൂപ്പിലും എത്ര ഷോട്ട്സ് വേണം എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. ഇതിൽ ഒരാൾക്ക് ഒരു കൺഫ്യൂഷനോ മറവിയോ വന്നാലും ബാക്കിയുള്ളവർ പ്രീയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ബ്രോ. അത് ഭയങ്കര നമുക്കും ഹെൽപ്ഫുൾ ആയിരുന്നത്. പ്രീയില് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ എനിക്കും ഇപ്പൊ നമ്മള് 2 ചീഫ് അസോസിയേറ്റ്മാരുണ്ട്, ഇവന്റെ ടീമുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്. അപ്പൊ നമ്മള് ഓരോ ദിവസവും നമ്മൾ ഓൾറെഡി പ്രീയിൽ ഇരുന്ന് ഫുള്ള് സാധനം സെറ്റ് ചെയ്തു, ഷോർട്ട് ഡിവിഷൻസ് ചെയ്തു, പിന്നെ ഡിസ്കഷൻസ് ഇല്ല. അവിടെ പോയിട്ട് ഡിസ്കസ് ചെയ്ത് കളയാൻ പറ്റുന്ന ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റി അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ. ഷൂട്ടിന്റെ തലേദിവസമാണേലും ഞങ്ങൾ രാത്രിയിൽ ഇരുന്നിട്ട് ഫുൾ പരിപാടി നാളത്തെ ഒന്നും കൂടെ നോക്കി മൊത്തം ഇറങ്ങുന്നത്. ഓക്കെ ഓക്കെ. ഇത് എനിക്ക് ഈ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ തന്നെയാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ആൻഡ് അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു ലൊക്കേഷൻ? ഒരു മേജർ സീൻസും ഒരു 80% ധോണി ഫോറസ്റ്റ് പാലക്കാടാണ്. നൈറ്റ് ഒക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ കോമഡിയാണ്. ഫോറസ്റ്റ് അല്ല, ഇതുപോലത്തെ ഒരു 2 റൂമിന്റെ സ്പേസ് ഉള്ള അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്, അവിടെ നമ്മൾ സെയിം സ്ഥലത്ത് തന്നെ നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ മാറി ഡയറക്ഷൻ മാറ്റിയാണ്. ഫോറസ്റ്റ് പെർമിഷൻ ഇല്ല, 6 മണിക്ക് ശേഷം പെർമിഷൻ ഇല്ല. അപ്പൊ നമുക്ക് ശരിക്കും ഒന്നെങ്കിൽ അവിടെ ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പ്രോപ്പർ നൈറ്റിൽ തന്നെ നമുക്ക് ലൈറ്റപ്പ് ചെയ്ത് തന്നെ നൈറ്റിന്റെ ലൈറ്റപ്പിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള സാധനത്തിൽ നമുക്ക് തുടക്കം തൊട്ടേ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ഉണ്ട് നമ്മുടെ അവിടെ, വെള്ളൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഏരിയ പ്രോപ്പർട്ടി കാട് കാട് പിടിച്ചിറക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെയാണ് ബാക്കി നൈറ്റ് സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ. ഇത് ഒരു മിത്തോളജിക്കൽ കണക്ഷൻ ഉണ്ട്. സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റാച്ചു കാണുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു മിത്തോളജിക്കൽ കണക്ഷൻസോ അല്ലെങ്കിൽ ഇനി പാർട്ട് 2 വരുമ്പോൾ അങ്ങനെ ഒരു വൈഡർ പിക്ചറിലേക്ക് മാറ്റാനുള്ള പരിപാടികളൊക്കെ ഉണ്ടോ? മിത്തോളജി അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, നമ്മള് സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തൊട്ടേ അല്ല ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടേ ഒരു പ്രോപ്പർ സൈഫൈയിലോട്ട് കൊണ്ടുപോകണ്ട, നമ്മുടെ മിത്തോളജിയിലോട്ട് തന്നെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു പരിപാടി തന്നെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത പരിപാടിയിലും എന്തായാലും അടുത്ത പ്രശ്നം ഇതാണ്, ഇതിനെ ബേസ് ചെയ്ത മിത്താന്നുള്ള സാധനം നമ്മൾ ഇപ്പൊ തന്നെ ഫസ്റ്റ് പാർട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്തടുത്ത പരിപാടിയിലോട്ട് വരുമ്പോഴും അതിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ലല്ലോ. ഇനി ഒരു ഹോളിവുഡ് സെറ്റിംഗ് വിട്ടിട്ട് നമ്മുടെ കൾച്ചർ നമ്മുടെ പരിപാടികളായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നൊരു സാധനമുണ്ട്. ഓക്കെ. ഇതിൽ എനിക്ക് ഒരു ഈ നറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, എസ്പെഷ്യലി ആ പറങ്കികൾ വരുന്നത് എന്താണ് എന്നുള്ളതിൽ. അപ്പം ആ നറേഷൻ അങ്ങനെ ചൂസ് ചെയ്യുക, അത് എനിക്ക് തോന്നുന്നു അതിൽ ഭയങ്കര സേഫ് ആയിട്ട് കളിച്ചത്. നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ നമ്മളത് അനിമേഷൻ തന്നെ അല്ലേ, ഇത് ബഡ്ജറ്റിലേക്ക് നമ്മള് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങൾ ബാക്കി ഫേസ് ചെയ്യേണ്ടി വന്നത്? ഞാൻ ഇതിന് മുന്നേ ഞാനത് വായിച്ചു, അതായത് ഈവൻ സെറ്റിൽ ഫുഡ് ഇല്ലാത്തപ്പോ ചപ്പാത്തി ചിരട്ടി കഴിച്ച് ഓടുകയായിരുന്നു. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്യേണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു 7 to 6 ആണ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ഉള്ളത്. പക്ഷെ ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 8 മണിയാവും ലൈറ്റ് വരാൻ നേരം, ഒരു 5 മണിക്ക് മുമ്പ് ലൈറ്റ് പോകും. ഇതാണ് നമുക്ക് നോർമലി ഷൂട്ട് ചെയ്യാൻ കിട്ടുന്ന സമയം. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് തുടങ്ങി ആ ടൈമിൽ മഴയാണ്. എല്ലാ ദിവസവും ഒരു 3 മണിക്ക് ശേഷം കൺഫേം മഴയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ടൈം ഈ ഒരു ടൈമാണ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കണം. അവിടെ നമ്മൾ എടുത്തേക്കുന്ന പെർമിഷൻ ഡേറ്റിൽ ഒരു ദിവസം കൂടുതലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്റെയുള്ള എല്ലാ ക്രൂവും നമ്മുടെ കൂടെ നിന്നു. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു ബ്രേക്ക് വിളിക്കുന്ന സമയത്ത് എങ്ങനെ കളിച്ചാൽ 1/4 മണിക്കൂർ നമ്മളെ പോകും. അപ്പൊ ആ ടൈം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ ഈ ചപ്പാത്തിയും സാധനങ്ങളെല്ലാം ചുറ്റി നമ്മൾ കഴിച്ചത്. ആർട്ടിസ്റ്റും അതിന് വലിയ സീനിയർ ആയിട്ടുള്ള അസീംക്കൊക്കെയാണ് ഏറ്റവും സീനിയർ ആയിട്ട് നമുക്ക് റോള് കഴിക്കാം, സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ടക്ക് നിൽക്കുമായിരുന്നു എല്ലാവരും. അല്ല, ഇതിനകത്ത് റിയാലിറ്റി ഇപ്പം കുറെ പറഞ്ഞു, ഇപ്പൊ വേറെ നിങ്ങൾക്ക് വലിയ സ്റ്റാർ കാസ്റ്റിലോട്ട് പോകാം, വലിയ പ്രൊഡക്ഷൻസിലോട്ട് പോകാം. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ക്രൂവും ഇങ്ങനെ ഒരു ടീം ആയതുകൊണ്ടാണ് ഈ ഒരു സിനിമ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇത് ഒരു ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു ഈ ടൈം ഉണ്ടല്ലോ, ഈ ടൈമിൽ നമുക്കിത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഷോട്ട് കഴിയുമ്പോൾ അറിയാം, സാധാരണ ഒരു സിനിമ സംഭവിക്കുന്ന സമയത്ത് അവരുടെ ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്യാരവാനിൽ പോയി ഇരിക്കും. അതാണ് രീതി. ഇത് അങ്ങനെ പോകില്ല. ഇവര് തന്നെ നമ്മളിപ്പോ ഇവരുടെ ഷോട്ട് അല്ല എടുക്കുന്നതെങ്കിലും അടുത്ത ആളല്ലെങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യും. അപ്പൊ അത് നമുക്ക് ടൈം അത്രയും കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് കിട്ടും. പിന്നെ പ്രൊഡ്യൂസർ സൈഡിലാണെങ്കിലും ഫസ്റ്റ് കേസ് ഇപ്പോ ഇതുപോലത്തെ ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ സിനിമകൾ വളരെ കുറവാകുന്നേക്കും. ഇതുപോലത്തെ ഒരു സിനിമ തിയേറ്ററിൽ
തിയേറ്ററിക്കലി സക്സസ് ഭയങ്കര കുറവാണ്. അപ്പൊ അവരെ കാണിക്കാൻ, അവരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണമല്ലോ. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷുവർ ഷോട്ട് ആണെന്ന രീതിയിൽ അവരെ കാണിച്ചു കൊടുക്കാൻ നമുക്കൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്ത് ഒരു പ്രൊഡ്യൂസർ വരിക, അങ്ങനത്തെ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റുകൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരെന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എങ്ങനെ ഇരുന്നാലും ബ്രോ, നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടിയ മിനിമം റിസോഴ്സ് വെച്ചിട്ട് നമ്മുടെ മാക്സിമം പരിപാടികൾ ചെയ്യുക എന്നുള്ള സാധനമാണല്ലോ. ഇപ്പൊ നമ്മളതിനകത്ത് കോംപ്രമൈസ് ചെയ്യുന്ന വെച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്റെ അതിനകത്താണ് ഇപ്പൊ എനിക്ക് പ്രോപ്പർലി എനിക്ക് ഇവർക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യമല്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം ചില ഏരിയാസിൽ ഇപ്പൊ ഈ ഒരു 32 ദിവസം ഷൂട്ട് ചെയ്ത സിനിമയിൽ ഒരു ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തേക്കുന്ന ഹാൻഡ് ഹാൻഡിൽ ഷൂട്ട് ചെയ്തേക്കണം. റിക്സ് എടുക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഭയങ്കര ഷോട്ടൊക്കെ വരും. ഒറ്റ ഷോട്ടിൽ എടുത്ത് ഫോറസ്റ്റ് ആണ്, നമുക്ക് വേറെ ലിമിറ്റേഷൻസ് ഇല്ല. ഒറ്റ ഷോട്ടിൽ ഇവര് വോക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, കഥ പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഒറ്റ ഷോട്ടിലൊക്കെ എടുക്കാനൊക്കെ ചിന്തിക്കാം. പക്ഷെ ഗിംബൽ ഇല്ലാതെ അത് പോസിബിൾ ആവില്ല. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്യും. അത് പ്രൊഡക്ഷൻ തരാത്തല്ലോ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കും ഒരു ഈ ഒരു ബഡ്ജറ്റിൽ എടുത്ത് അവരെയും സേഫ് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. ഇപ്പൊ മ്യൂസിക്കിൽ പറയുന്ന സമയത്ത് മ്യൂസിക് നമുക്ക് പ്രോപ്പർ ആയിട്ട് കുറെ സാധനങ്ങൾ ലൈവ് എടുക്കാനുള്ള ഓപ്ഷൻ, ലൈവ് എടുത്താൽ കുറച്ചൊരു ബെറ്റർ ആക്കാം. പക്ഷെ ലൈവിലോട്ട് പോകുമ്പോൾ എക്സാക്ട്ലി ബഡ്ജറ്റ് നേരെ ഇരട്ടി പോകണം. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ജോണർ എടുത്ത് പ്രൂവ് ചെയ്യാന്നുള്ള സാധനമുണ്ട്. അപ്പൊ ഈ സിനിമ നമുക്ക് കിട്ടിയ റിസോഴ്സ് വെച്ചിട്ട് നമ്മളായിട്ട് ഉഴപ്പിയിട്ടില്ല, നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ ഇപ്പൊ ഇതൊരു സക്സസ് ആയതുകൊണ്ട് ഭാവിയിൽ ഇനി അടുത്തടുത്ത സിനിമകൾ നമുക്ക് ഉറപ്പായിട്ടും ഡിമാൻഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സിനിമ നമുക്ക് സക്സസ് ആയി കാണിച്ചു. ഇനി നമുക്ക് ഇനിയുള്ള സാധനങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യാതെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് ക്രിട്ടിസൈസേഷൻ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത്. അടുത്തടുത്ത സിനിമകളിൽ നമ്മൾ അത് ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ള ഒരു ലിമിറ്റേഷൻ ഇതായിരുന്നു. ആരുടെയും പ്രശ്നമല്ല ബ്രോ, നമ്മളെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാം. സിനിമാറ്റോഗ്രാഫ് സ്പെഷ്യലി സിനിമാറ്റോഗ്രാഫേഴ്സിന്റെ ഒരു ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റെയിൻ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ആണ് അല്ലേ, ഇത്രയും എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ ഈ നിങ്ങൾ എങ്ങനെ ഈ റെയിൻ ഷൂട്ട്സ് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? എനിക്ക് റിയൽ റെയിൻ യൂസ് ചെയ്തിട്ടുണ്ടോ അതോ ജസ്റ്റ് എല്ലാം റെയിൻ? ഇനിഷ്യലി ഞങ്ങൾ കുറച്ച് സീൻസ് റെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, വളരെ കുറച്ച് സീൻസ്. ബാക്കി സീൻസ് വിത്തൗട്ട് റെയിൻ പ്ലാൻ. പക്ഷെ നമ്മളോട് ചെല്ലുമ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ വിത്തൗട്ട് റെയിൻ പ്ലാൻ ചെയ്യുന്ന ഷൂട്ടിലൊക്കെ ഭയങ്കര മഴ പെയ്യുവാണ്. അപ്പൊ നമുക്ക് ഒരു പരിധി കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ജിത്തുമായിട്ട് തന്നെ പ്ലാൻ ചെയ്തു നമുക്ക് ഏതൊക്കെ സീൻ മഴയത്ത് പോയാൽ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നടക്കുന്നത് മഴയുള്ള സീൻസ്, മഴയില്ലാത്ത സീൻസ്. മഴ പെയ്യുമ്പോൾ മഴയുള്ള സീൻ എടുക്കുന്നു, മഴയില്ലാത്തപ്പോൾ മഴയില്ലാത്ത സീൻസ് എടുക്കുന്നു. പിന്നെ അഡീഷണൽ റെയിൻ യൂണിറ്റും വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ എനിക്ക് എടുത്ത് പറയുമ്പോൾ നേരത്തെ നമ്മുടെ ലിമിറ്റേഷൻസിന്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഷോർട്ട് ഡിവിഷനാണ്. എനിക്കിപ്പം എല്ലാവരും കുറെ പേര് എനിക്ക് സിനിമാറ്റോഗ്രഫിയുടെ നല്ല റെസ്പോൺസ് കിട്ടുമ്പോൾ അതിന്റെ മെയിൻ ഇൻപുട്ട് ഈ പറഞ്ഞ ടീം വർക്കിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ പ്രത്യേകത ഓരോ ഷോട്ടിനും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് കൊണ്ടുവരാം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഷോട്ട് ജിത്തിനോട് എപ്പോഴും പറയുന്നതാണ് മറ്റേ ഒരു ഷോട്ട്, നമ്മുടെ കൈ പൊങ്ങി വരുന്ന ഷോട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ആക്ച്വലി ഒരു സ്നെയിലിന്റെ ഫോക്കസ് ചെയ്യുന്നതാണ്. അവിടുന്ന് പയ്യെ ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് വരുമ്പോഴാണ് കൈ പൊങ്ങി വരുന്നത്. സോ ആ ഒറ്റ ഷോട്ടിൽ ആക്ച്വലി എൻറ്റയർ മൂവിയുടെ കഥയുണ്ട്. വിത്ത് സ്പോയിലർ പറയുകയാണെങ്കിൽ ആ സ്പൈറലിൽ പെട്ടിരിക്കുന്നു, അതിന്റെ ഒരാൾ രക്ഷപ്പെടാൻ നോക്കുന്നു. ദാറ്റ് ഇസ് ദ ബേസിക് വൺ ലൈൻ ഓഫ് ദി സ്റ്റോറി. അപ്പൊ അങ്ങനെ കുറെ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയെങ്കിലും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഷോർട്സ് കുറെ സ്ഥലത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ അതിന്റെയൊക്കെ ഒരു സബ് കോൺഷ്യസ് ലെയറിൽ നടക്കുന്ന ഒരു ഹൈ ആണ് ഓഡിയൻസിലോട്ട് എത്തുന്നത്. അത് ചിലപ്പം ഫിസിക്കലി ചിലവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് അത് ഓക്കെ എന്തൊക്കെയോ ഇതിലൊരു മാജിക് നടക്കുന്ന പ്രത്യേകത ആ ഒരു ബ്രെയിൻ ഇൻ ടു വർക്കിന്റെ എഫേർട്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഈ ഡിസ്കഷൻസ് പോകുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ നമ്മളും ഞാൻ പറഞ്ഞു നമുക്കും ഈ സിനിമയിലോട്ടുള്ള ഒരു ഇനിഷ്യൽ നമ്മൾ ആ സിനിമ മോഹം വെച്ച് ആക്കുന്ന സമയത്ത് ഇപ്പോൾ മൂവി സ്ട്രീറ്റ് അല്ലെങ്കിൽ CPC പോലത്തെ ഗ്രൂപ്പുകളിൽ, ഫിലിം മേക്കേഴ്സ്, സിനിഫിൽസ് പോലത്തെ ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻസ് പോകുന്നുണ്ട്. അപ്പോ നമ്മൾ പല സിനിമകളുടെയും ഡിസ്കഷൻസിൽ ഇതേപോലെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് നമ്മുടെ സിനിമ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവിടെ ഡിസ്കഷൻസ് പോകുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതിനകത്തും ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസേഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ താഴെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പടം വർക്ക്ഔട്ട് ആയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇതില് ഐ മീൻ ഇതിന്റെ ഒരു കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇനി മൂവിങ് ടു ദ മൂവി ആട്ടെ കുറച്ച്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിദ്ധാർത്ഥ് ഭരതനാണ്. അപ്പൊ ആ ഒരു സിദ്ധാർത്ഥ് ഭരതൻ എന്ന ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാൻ എന്താണ്? ബിക്കോസ് നറേഷനിൽ പലയിടത്തും പുള്ളി നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെ, ഒരു നറേഷനിൽ വരുമ്പോൾ പുള്ളി ഒരു വേറെ ഒരു അല്ലെ കില്ലറാണ് പുള്ളി. അപ്പൊ അതുകൊണ്ടാണോ സിദ്ധാർത്ഥ് ഭരതനെ? ഉറപ്പായിട്ടും അത് ബേസിക്കലി അത് മറ്റേ മത്സരത്തായാലും മറ്റേ ചൂണിലേക്ക് ആ സാധനം വെച്ചിരിക്കുന്നു. അത് തന്നെ നമുക്കത് അത്രയും ഓഡിയൻസിലോട്ട് കിട്ടണം ആ സാധനം. അത് പുള്ളിക്കാരൻ. പിന്നെ ചേട്ടൻ ഈ കൈൻഡ് ഓഫ് സിനിമകൾ പെട്ടെന്ന്
മനസ്സിലാവുന്ന Insight ചെയ്യും. പുള്ളിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഞങ്ങൾ അത് തന്നെ ഒറ്റ ദിവസം കൊണ്ട് എടുത്തതാ. 15 narrationല് ചേട്ടൻ പറഞ്ഞു കൊള്ളാം ഇൻട്രസ്റ്റിംഗ് അല്ല, ഒറ്റ ദിവസമാണ് സിദ്ധാന്തന്റെ ഫുൾ സീക്വൻസ് ചേർത്തത് ചേട്ടൻ ദിവസം ഉള്ളായിരുന്നു. ഒറ്റ ദിവസമേ ചേട്ടൻ ഷൂട്ടിനുണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പൊ ഇതിപ്പം ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു. അപ്പൊ ഷോർട്ട് ഫിലിമിലുള്ള ആർട്ടിസ്റ്റുകളെ നിങ്ങൾ മാക്സിമം അല്ലെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ക്രിട്ടിസൈസിംഗിൽ ഒന്ന് വന്നത് നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകളെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒന്ന് അല്ലെ ഒന്ന് എലവേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒരു സ്കെയിലുള്ളവരെ ചെയ്തുകൂടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ പറ്റുന്നതല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇനിയിപ്പോ നെക്സ്റ്റ് പാർട്ട് 2 വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സ്കെയിൽ, എങ്ങനെ ഇത് എല്ലാവരും ചെയ്യണം എന്നാണ്? ആക്ച്വലി പാർട്ട് 2 റൈറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുള്ളൂ ബ്രോ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല അതിന്റെ ഒരു പ്രോപ്പർ സ്ട്രക്ചറിലോട്ട് ആ സാധനം വീണിട്ടില്ല. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് പാർട്ട് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പല 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 സ്ട്രക്ചറിലോട്ട് പോയായിരുന്നു. അപ്പൊ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യലി ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഷോർട്ട് ഫിലിമിനകത്ത് പോകുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ വേൾഡിലോട്ട് ഈ പോർച്ചുഗീസ് ബാക്ക്ഗ്രൗണ്ട് സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ആ ഒരു വേൾഡിലോട്ട് നായകൻ പോകുന്നു. അപ്പൊ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ ഒരു സൈഫൈ ആക്ഷൻ എന്നൊക്കെ രീതിയിലായിരുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പല 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 വേർഷൻസ് വർക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു വേർഷനിലോട്ട് ലാൻഡ് ആയത്. അപ്പൊ പാർട്ട് 2-ലും അതുപോലെ പല പല വേർഷൻസ് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വേർഷൻ ലോക്ക് ആയതിനു ശേഷം വേണം നമുക്ക് അതിന്റെ പ്രോപ്പർ സ്ക്രിപ്റ്റിലോട്ട് ഇരിക്കാനുണ്ട്. അപ്പൊ അതിനുശേഷമേ ഇതൊക്കെ എല്ലാം പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ നമുക്ക് ഓഡിയൻസിന്റെ സംഭവത്തോളം ഇപ്പൊ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. പക്ഷെ അതൊരിക്കലും ഓഡിയൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരിപ്പോ ഒരു 2 മണിക്കൂർ ഇപ്പൊ ബാഹുബലി കാണാൻ വേണ്ടി എടുക്കുന്ന അതേ സമയം നമ്മുടെ പടം കാണാൻ വേണ്ടി അവർ എടുക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവർക്ക് അതിൽ ഡിമാൻഡ് ചെയ്യാം, അതിലൊരിക്കലും അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഇപ്പൊ ഒരു ഉറപ്പായിട്ടും 50 കോടിക്ക് എടുത്ത പടമായാലും 150 രൂപ കൊടുത്താലേ കാണാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും അവരുടെ ക്രിട്ടിസൈസേഷൻ ഉറപ്പായിട്ടും നമ്മൾ അതിന് വില കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കും ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന റിസോഴ്സ് വെച്ചിട്ട് നമുക്കൊരു സിനിമ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇത് ബേസിക്കലി ഇപ്പൊ നമുക്ക് പ്രൊഡ്യൂസർ ഫഹദ്ക്ക നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ഫെബ്രുവരി ടൈമിലാണ് നമ്മൾ പടം ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്. അപ്പൊ ഫഹദ്ക്കയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫഹദ്ക്ക ഇനീഷ്യലി തന്നെ ഡേറ്റ് പറയും മെയ് 11 നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ഡേറ്റിൽ നമുക്ക് നമുക്ക് 2 ഓപ്ഷൻ എനിക്കുള്ളത്. ഒന്നെങ്കിൽ എന്റെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് ആ സമയം കൊണ്ട് എന്റെ ബെസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റുമോ ആ സാധനം ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഓപ്ഷൻ തന്നെ വേണ്ടെന്ന്. പക്ഷെ ആ ഓപ്ഷൻ എടുത്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ സിനിമയെ പറ്റി ഇപ്പൊ ഇവിടെ വന്നത് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർട്ടിസ്റ്റ് പോകുന്നവരും ഈ ഒരു ടൈം ലൈനിൽ നടക്കണമെന്നില്ല. നമ്മുടെ ആവശ്യം എല്ലാവരുടെ ആവശ്യം ഒരു മൂവി നമ്മൾ ചെയ്തു എന്നുള്ള പ്രൂവ് ചെയ്യാന്നാണ് ഈ ആവശ്യം. പിന്നെ ട്രസ്റ്റ് ഫാക്ടർ ഉറപ്പായിട്ടും ഉണ്ട് ബ്രോ. ബേസിക്കലി ഇപ്പൊ അസ്കറൊക്കെ ആണെങ്കിലും വിനീതനാണെങ്കിലും സിദ്ധാർത്ഥനാണെങ്കിലും ഇവരെല്ലാം നമ്മൾ വെച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ട്രസ്റ്റിന്റെ ആണ് ഉറപ്പായിട്ടും ഈ റിസൾട്ട്. ബാക്കി എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് സ്ക്രിപ്റ്റിൽ എത്രത്തോളം അതിലായിരുന്നു നമ്മൾ. പക്ഷേ അവരിപ്പോ പറയുന്ന ക്രിട്ടിസൈസേഷൻ ഉറപ്പായിട്ടും അത് വാല്യൂബിൾ ആണ്. നമ്മൾ അതിനകത്ത് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. വരും സിനിമകൾ ഉറപ്പായിട്ടും നമ്മളത് വർക്ക് ചെയ്യും. കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി ഈ സാധനം എത്ര ഉള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. അപ്പൊ അതിനിപ്പം അതിൽ നിന്ന് ഇപ്പൊ ഇൻകം വരുന്നുണ്ടല്ലോ, റിട്ടേൺ വരുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആകുന്ന സാധനം ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡ്യൂസറെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റി. അപ്പൊ ഇനിയുള്ള സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ബഡ്ജറ്റ് ചോദിക്കാം. ആ ബഡ്ജറ്റ് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എല്ലാത്തിനും നമുക്ക് ടൈം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ടൈമും കൂടി നമുക്ക് കിട്ടുവാണല്ലോ. ലിമിറ്റഡ് ഡേയ്സിൽ ആ സാധനം ഷൂട്ട് ചെയ്ത് ഇത് തന്നെ ഒരു 10-20 ദിവസം നമുക്ക് കൂടുതൽ കിട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് കുറച്ചുകൂടി രീതിയിൽ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷൻ എങ്ങനെയാണ്? മീൻസ് ആരൊക്കെ വിളിച്ചു? എനിക്ക് തോന്നുന്നത് നജോസ് നെക്സ്റ്റ് പ്രോജക്റ്റിൽ ഓൾറെഡി ഓൺ ബോർഡ് ആയി അല്ലേ? എനിക്ക് തോന്നുന്നത് മിറാക്കുലസ് ഇന്റർവെൻഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ വിത്തിൻ 1 വീക്ക് ഫസ്റ്റ് വീക്ക് ഓഫ് മൂവി റിലീസ് ആയതിനു ശേഷമാണ് നമ്മളൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യണമൊക്കെ അടുത്ത പരിപാടിയിൽ അപ്പൊ തന്നെ ഇങ്ങനെ ചേട്ടൻ വിളിക്കുന്നു അടുത്തൊരു പ്രൊജക്ട് ഇത് കാരണം കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പ്രൊജക്റ്റിലെ ഏറ്റവും ഹൈ. അതൊക്കെയായിരുന്നു എല്ലാവരുടെ ആഗ്രഹം, ഇത് വെച്ച് അടുത്തൊരു പരിപാടി ഓൺ ആക്കുക എന്നുള്ള സാധനം. സോ അതൊക്കെ എല്ലാവർക്കും പ്രോഗ്രസീവായിട്ട് നടക്കുന്നതാണ് ടീമിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ആ എഫേർട്ട് ഇട്ടത് എല്ലാവർക്കും ഇപ്പം ഞാൻ ഇപ്പം ഒരു ക്യുമുലേറ്റീവ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡ് നമ്മൾ അടുപ്പിച്ച് കുറെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അന്നേരം റിസൾട്ട് കണ്ടെന്ന് വരില്ല. പക്ഷെ പിന്നെ റിസൾട്ട് വരുമ്പം അടുപ്പിച്ചായിരിക്കും ഇതെല്ലാം ഓരോന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. സോ അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം. പുള്ളിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും പുള്ളിനേക്കാളും സന്തോഷം നമുക്കാണ്. നമ്മൾ ഭയങ്കര കോളേജിൽ ഫ്രണ്ട്സ് പോലെ ആയിരുന്നു ഷൂട്ടിന്റെ മൊത്തം എല്ലാ സമയം. പടം ആക്ച്വലി കുറച്ച് ഡാർക്ക് ആണെങ്കിലും ഞങ്ങൾ ആക്ച്വലി ഡാർക്ക് കമന്റ് അടിയും ചിരിയും പരിപാടിയും കളിയായിരുന്നു. ഒരു സ്ഥലത്ത് അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഷൂട്ടിംഗ് ടൈമേ പോയിട്ടില്ല.
അല്ല മൊത്തം ഫണ്ണായിരുന്നു. നമ്മൾ ഇതേപോലെ ഷെയ്നൈസില്ല തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ജയേട്ടൻ വിളിക്കുന്നതിന്. വിളിക്കുന്ന സമയത്ത് നമ്മളെല്ലാരും ഉണ്ട്, നമ്മള് ഭയങ്കര ഹാപ്പി. സ്പീക്കർ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ചേട്ടനും പറഞ്ഞു കണ്ടു, പരിപാടികളാണ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇമ്മീഡിയറ്റ്ലി രതീഷ് രവി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് സാറാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി രതീഷ് ചേട്ടൻ വിളിക്കുമായിരുന്നു. രതീഷ് ചേട്ടൻ വിളിച്ചു, കഥ പറഞ്ഞു. വിത്തിൻ 2 days അവിടെ ജോയിൻ ചെയ്തു. ഇപ്പൊ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് നടന്നതാണ് ഞങ്ങളുടെ ഹാപ്പി. ആസിഫ് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് എല്ലാവരും ആസിഫ് ഖാനെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനുണ്ടായിരുന്നു. പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ റിലീസിന്റെ തലേദിവസമാണ് ആസിഫിനെ പോയിട്ട് കാണുന്നത്. അപ്പൊ ആ സമയത്ത് ആസിഫ കുറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കുറെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് ഉപദേശങ്ങളും ടിപ്സൊക്കെ തന്നു. അപ്പൊ അപ്പോഴും ഇക്ക വന്ന് പടം കാണുന്നതിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ അന്ന് നൈറ്റ് തലേദിവസം നൈറ്റ് ആണ് ഇക്ക അസ്കറൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ നാളെ ഇക്ക വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പൊന്നുമില്ല. തിയേറ്ററിൽ വന്നപ്പോഴാണ് ഓക്കെ വന്നതെന്നുള്ളായിരുന്നു നമുക്കൊരു വിശ്വാസം വന്ന്. അപ്പൊ ആള് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ നൈസായിട്ട്. അപ്പൊ നമുക്ക് ഇക്ക ബാക്കിൽ ഇരുന്നിട്ട് സിനിമ കാണണം. അപ്പൊ നമുക്ക് ടെൻഷനാണ്. മീൻസ് ഇപ്പൊ ഈ ചെയ്തു വെച്ചേക്കുന്ന പരിപാടികൾ ഫുള്ളും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, ഒരു കറക്റ്റ് ഒരു സ്വീറ്റ് സ്പോട്ടിലേക്ക് ഇരുന്ന് കാണുമ്പോഴായിരിക്കും പ്രോപ്പറായിട്ട് ആ സൗണ്ടിങ്ങിന്റെ കാര്യം കിട്ടും. അപ്പൊ ഞാനും വിഷ്ണു ചേട്ടനും നമ്മൾ ടീം എല്ലാം ഒരുമിച്ചാണ്. അപ്പൊ ഞങ്ങൾ അസ്വിക്ക് ബാക്കിലിരിക്കണം, പുള്ളി പ്രശ്നമാവും, കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള പേടി. പക്ഷെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആള് പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇതിന് ഫ്രം ദ മൂവി ചോദിക്കുക, ഈ മൂവിയില് പല ലൂപ്പുകളിൽ പലരും ഉണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് പാർട്ട് ആകുമ്പോഴത്തേക്ക് ഇവരൊക്കെ റിലേറ്റഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അതോ ഇത് എല്ലാവരും അവരവരുടെ ലൂപ്പിൽ തന്നെയാണോ, എന്താണ് സംഭവം? ഇല്ല, അതിപ്പോ അടുത്തൊരു സത്യം അങ്ങനെയൊന്നും അത്രയും ഒരു സ്ട്രക്ചറിലേക്ക് ഇത് പല വഴി കൂടെ കഥ പറയും. ഇപ്പൊ ഏത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് പറയാം. പക്ഷെ അതിനെ കുറിച്ചൊരു പ്രോപ്പർ ക്ലാരിറ്റിയിലോട്ട് എത്തിയിട്ടില്ല. നമ്മള് എല്ലാം കഴിഞ്ഞ് ലൂപ്പ് എന്നൊക്കെ പുറത്ത് വന്നല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോ അടുത്ത ട്വിസ്റ്റ്. അപ്പൊ അതില് കംപ്ലീറ്റ്ലി എന്താ പറയുക ലൂപ്പിലായി പോവാണ് ഓഡിയൻസും. ഇതിലിപ്പോ 2 ടൈപ്പിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. മീൻസ് ഡിഫൈനിങ് ദ മൂവി. ഒന്ന് അതിന്റെ ഒരു കംപ്ലീറ്റ് ലൂപ്പ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇത് ഡീകോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണ് ഇരുന്ന്. മീൻസ് ഇതിപ്പോ എന്താണ്, ഇത് ഏതാണ്, ഏത് ലൂപ്പാണ്, എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ളത്. അപ്പം ആസ് എൻ ഓഡിയൻസ് ഞാനിത് ഏത് പെർസ്പെക്റ്റീവിലായിരിക്കണം ഇനി ഒരു പ്രാവശ്യം കൂടെ കാണുകയാണെങ്കിൽ കാണേണ്ടത്? അല്ല ബ്രോ, എനിക്ക് നമ്മളിപ്പം ഇനിഷ്യലി ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ ആണ്. ഇപ്പൊ ചുരുളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ കാണുമ്പോൾ ഓരോ ഇന്റർപ്രിട്ടേഷൻ ആണ്. നമ്മൾ 3 പേര് കാണുന്ന സമയത്ത് 3 പേർക്കും 3 രീതിയിലായിരിക്കും ആ സിനിമയെ മനസ്സിലാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അത് തരത്തിലുള്ള ഇപ്പൊ നമ്മള് ഇപ്പൊ കുറെ ഡീകോഡിംഗ് വീഡിയോസ് ഉണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ വേറെ നമ്മൾ ഉദ്ദേശിക്കാത്ത കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് വരെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഡിസ്കഷൻ തന്നെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അത് എന്താ പറയാ, ഓരോ ആൾക്കാരും അവരുടെ പ്രോസ്പെക്റ്റീവിൽ കാണുക എന്നുള്ള സാധനമാണ് നമ്മൾ അതിനകത്ത്. ഓക്കെ, എന്നാൽ മൂവിങ് ഫോർവേഡ് നമുക്ക് കുറച്ച് ഹാർഡ് കോർ ക്രിറ്റിസിസം വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ക്രിറ്റിസിസം അതിനൊരു എക്സ്പ്ലെയിനർ എങ്ങനെയാണെന്നും കൂടിയാണ് ഇനി എനിക്ക് അറിയേണ്ടത്. ഇപ്പം ഫസ്റ്റ് വന്നത് ഹാർഡ് കോർ ക്രിറ്റിസിസം ആട്ടോ, അവർക്ക് എന്താ തോന്നുന്നത് അവരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറെ ഏരിയയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അതിൽ ഫസ്റ്റ് സീനുകളിൽ നമ്മൾ വോക്കി ടോക്കി യൂസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിൽ ആ ലൂപ്പിൽ ആ വോക്കി ടോക്കി സൈഡിലുണ്ട് ആ മരിച്ചവരുടെ നമ്മൾ സ്കെൽട്ടൺ ആണ് കാണുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ സിദ്ധാർത്ഥ് പറയുന്നുണ്ടല്ലോ ലൂപ്പിൽ ആരും മരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താ അങ്ങനെ ഒരു പോർട്രേ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മുടെ ഒരു വേർഷൻ പറയാം. അതെ, നിങ്ങളുടെ വേർഷനാണ് കഴിക്കേണ്ടത്. അല്ല, ആക്ച്വലി സ്റ്റീഫൻ എന്ന് പറഞ്ഞ സ്പോയിലറാണ്. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ 1994 കാലിന് അപകടം പറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇയാൾക്ക് ഒരു പരസഹായം ഇല്ലാതെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ ഇവര് പറയുന്നുണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോടെ ഒന്ന് മരിച്ചു എന്ന് പറയുന്നുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്. 1994 സ്റ്റീഫനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ആരും വരുന്നില്ല. അയാൾ അവിടെ തന്നെ മൂവ് ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്ന് മരിക്കുന്നു. ഒരു സ്കെൽട്ടൺ അയാളുടെയാണ്. രണ്ടാമത്തെ സ്കെൽട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നുണ്ട് അശോകൻ എന്ന് പറഞ്ഞ പോലീസുകാരന്റെ ബോഡി തട്ടിയാണ് അയാൾ വീഴുന്നത്. അതായത് അശോകന്റെ ബോഡി 94 വന്നിട്ടുണ്ട്, ആ ബോഡി തട്ടിയാണ് അയാൾ വീഴുന്നത്. അപ്പൊ ഓൾറെഡി ആ 2 ബോഡികൾ 2025 ആകുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ സ്കെൽട്ടൺ അവിടെ ഉണ്ടാവും. അതാണ് ഈ ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് ആരും മരിക്കുന്നില്ല എന്നുള്ളതാണ്. നോർമലായിട്ട് രക്തം വാർന്നിട്ടാണ് മരിക്കുന്നത്. അതായത് ഇപ്പൊ ബേസിക്കലി ആനന്ദ് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ നൈറ്റ് പോയിട്ട് ഒരു മദാമേനെ കാണുന്നുണ്ട്, വേറെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ഇവര് മരിച്ചതായിട്ടുള്ള കഥകൾ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടത് മരിച്ചവരുടെ പ്രേതങ്ങളുടെ അല്ല കണ്ടത്, അവര് ജീവിച്ചിരുന്ന ആ ടൈം ലൈനിലാണ് നിങ്ങൾ പോയതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവര് കയറി 2026 അവരാരും ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ തന്നെ വേറൊരു ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അതായത് സ്റ്റേഷനിലെ CPO എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് 30 വർഷം മുന്നേ ടൈം ലൂപ്പില് പറയുന്നുണ്ട് അച്ഛൻ CPO ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്
ഈ സിവിൽ പോലീസ് ഓഫീസറിൽ അങ്ങനെ ഒരു തസ്തിക CPO എന്ന് പറയുന്ന തസ്തിക വന്നിട്ട് അധികം ആയിട്ടില്ലെന്നാ പറയണത്. മനസ്സിലായി ബ്രോ. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ പറയണത്? അത് ആക്ച്വലി തോന്നുന്നു ഇപ്പൊ സ്റ്റീഫനും ആനന്ദും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റില്ല. അത് നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പൊ ആക്ച്വലി അവിടെ വേണമെങ്കിൽ ഞാൻ പെരുമല സ്റ്റേഷനിലെ പോലീസുകാരനാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീഫന്റെ ആ സമയത്തുള്ള മെന്റാലിറ്റിയാണ്. അതായത് ആനന്ദ് ഉറപ്പായിട്ടും CPO എന്നുള്ള രീതിയിൽ പറയാം. കാര്യം ആനന്ദ് 2025 നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാം. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആള് ആക്ച്വലി സ്റ്റീഫൻ യാറാ നീ ഇമ്മീഡിയറ്റ്ലി ചോദിക്കുന്നത്. സ്റ്റീഫൻ അറിയേണ്ടത് ഇയാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ആളാണോ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ പെരുമല സ്റ്റേഷനിലെ പെരുമല സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് പോലീസുകാരാണെന്നുള്ള സാധനം മനസ്സിലായി. പക്ഷെ അവിടെ അങ്ങനെ ഒരു തസ്തിക കേരള പോലീസിൽ അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ എന്നുള്ളത് തിരിച്ചും ചോദിക്കേണ്ട സിറ്റുവേഷനിലല്ല അയാൾ നിൽക്കുന്നത്. കാര്യം ഇയാള് സംഭവത്തോളം ഇയാൾ ഇറങ്ങി പ്രതികളെ തപ്പുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പത്തെ സീനുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മുത്തുകൾ എന്ന് പറഞ്ഞ പോലീസുകാരൻ പുറകെ നടന്നിട്ട് കുറെ കഥകൾ പറയുന്നുണ്ട്. ഇയാൾ അതുപോലും കേൾക്കാതെയാണ് റഫ്രണ്ടോട്ട് പോകുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ്ലി പോലീസുകാരനാണെന്ന് ഇയാൾക്ക് മനസ്സിലായി ഇമ്മീഡിയറ്റ്ലി അയാൾ അപ്പുറത്ത് തിരിച്ചു പോവുകയാണ്. പിന്നെ മറ്റേ ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് അയാൾക്കത് പറയാൻ താല്പര്യമില്ല. അയാളുടെ ആ സമയത്തുള്ള ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ പ്രതികളെ പിടിക്കാൻ. അപ്പൊ ഈ ഒരു മറുപടി തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ല അയാൾ നിൽക്കുന്നത്. അപ്പൊ സിവിൽ പോലീസുകാരൻ എന്താണ് എന്നുള്ള ഒരു ഡയലോഗ് അവിടെ തിരിച്ചു ചോദിച്ചാൽ അത് ഒരു റിയലിസ്റ്റിക് അല്ല എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റും. നമ്മളൊരു റീസൺ അതാണെന്ന രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. അല്ല ഇപ്പൊ ഈ ലൂപ്പിലുള്ള എല്ലാവരും ഞാൻ ചോദിക്കുന്നത്, അതായത് അവിടെ ഒരു ഫസ്റ്റ് അവരുടെ ഒരു ട്രൈബ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുമായിട്ട് റിലേറ്റഡ് ആണോ? അതിപ്പോ ഞാൻ പറയില്ല. അതിപ്പോ നമ്മൾ പറയുന്നത് ഇപ്പൊ നടക്കുന്ന ഈ എന്താ പറയാ അതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഡിസ്കഷൻസിനെ ചിലപ്പോ അത് അഫക്ട് ചെയ്യും. അപ്പൊ അത് ആ ക്യാരക്ടറിസ്റ്റിക്സ് ത്രൂ ഇപ്പൊ ഞാൻ തന്നെ സത്യം ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടിയ കുറച്ചോളത് ഇത് DI കണ്ടോണ്ടിരിക്കുമ്പം ഇത് കോൺസ്റ്റന്റ്ലി നമ്മളെ ഹോണ്ട് ചെയ്യുന്ന സാധനമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഇവൻ ഡൗട്ട് ചോദിക്കാറുണ്ട്. ഡൗട്ട് മാത്രമല്ല, നമുക്ക് റിയലൈസ് ഇപ്പൊ എനിക്ക് സിനിമ കാണുന്നതിന്റെ ഒരു ലാസ്റ്റ് പ്രിവ്യൂ ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ ഇത് സ്പോയിലറാണ്, ഇത് സ്പോയിലർ സെഷൻ എന്ന് പറഞ്ഞിട്ടാ മതി കേട്ടോ. ഇപ്പൊ മറ്റേ റെജി എന്ന് പറഞ്ഞ പോലീസുകാരൻ, പുള്ളി എന്തുകൊണ്ടാണ് ഇത്രയും ഇവരെ ഡിഫെൻഡ് ചെയ്യുന്നത്? സാറേ കാട്ടി പോണ്ട. കാരണം അയാളുടെ കൊച്ചിലെ അയാളെ കാട്ടിപ്പോയി ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ ക്യാരക്ടർ ആർക്കിന് ആ ലൂപ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരിപ്പോഴും അഫക്ട് ചെയ്യുന്നോണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഒരു 2-3 വാച്ചസിൽ കിട്ടുന്ന കുറച്ച് റിയലൈസേഷൻസ് ആണ്. അപ്പൊ ആ റിയലൈസേഷൻസ് ആണ് ഇതൊരു ഹൈ ആയി പടത്തിലോട്ട് വരുന്നത്. ഒരു 10 പ്രാവശ്യം കണ്ട ഉറപ്പായിട്ടും 10ാമത്തെ പ്രാവശ്യം പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പസിൽ സോൾവിംഗ് പോലെ ആളുകൾ തന്നെ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് കിക്ക്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഉണ്ട്, മറ്റേ നമ്മള് 94 മറ്റേ മദാമ്മയുടെ കാലഘട്ടത്തിൽ ഒരു പാമ്പിനെ കാണിച്ചിട്ടുണ്ട്. അതേ പാമ്പിനെ തന്നെ നമ്മള് ഇവര് കേറുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനുഷ്യര് മാത്രമല്ല അനിമൽസും പെട്ടുപോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ വെച്ചിട്ട് അങ്ങനത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്പെഷ്യലി ഡീകോഡിങ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് മീൻസ് ലൈക്ക് എന്റെ ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം പടം കണ്ടു, തിയേറ്ററിൽ കണ്ടു, പിന്നെ OTT കണ്ടു, പിന്നെ ഇവരെ 2-3 ഇന്റർവ്യൂ കണ്ടു, പിന്നെ കുറച്ച് ഡീകോഡിങ് കണ്ടു. അപ്പോഴാണ് എനിക്ക് നമുക്ക് അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് സിനിമ തന്നെ നമ്മൾ ഉദ്ദേശിച്ചു. ഇപ്പം അതിനെപ്പറ്റി ഡിസ്കഷൻസ് തന്നെ വർക്കൗട്ട് ആയ ആൾക്കാരാണെങ്കിലും വർക്കൗട്ട് ആവാത്ത ആൾക്കാരാണെങ്കിലും ആ ഡിസ്കഷൻസ് വന്നം എന്നുള്ള സാധനം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ യൂട്യൂബില് 2-3 വീഡിയോസിൽ കണ്ടു. ഭയങ്കര രസമായിട്ടത് കണ്ടു സംഭവങ്ങൾ. സൂപ്പർ. അപ്പൊ ഇനി മൂവിങ് ഫോർവേഡ്, ഇപ്പൊ സംഭവം അധ്യായം 1 ആണ്. അപ്പൊ ഇനി അധ്യായം 2 വരുമ്പോ എങ്ങനെയാണ്? മീൻസ് ഓൾറെഡി പ്രൊഡക്ഷൻ ഓൺ ആണോ? പരിപാടികൾ സെറ്റ് ആണോ? ഇല്ല ബ്രോ, ഞാനിപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സംഭവം നമ്മൾ ആ സ്ക്രിപ്റ്റിൽ ഇപ്പൊ വേറെ ഒന്നിലും നമ്മളിപ്പോ നോക്കുന്നില്ല. ഇപ്പൊ കാസ്റ്റിംഗ് ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും ബാക്കി ഒന്നിലും നോക്കുന്നില്ല. അത് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടാവും എന്നുള്ള സാധനത്തിലാണ്. അപ്പൊ ഗ്രാജുവലി അതിന് വേണ്ടി തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. കൂടാതെ അതിനൊപ്പം മറ്റുള്ള പ്രോജക്ട്സും കൂടി നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ നെക്സ്റ്റ് ജേഡന്റെ കൂടെയാണ് നെക്സ്റ്റ് പ്രോജക്ട്. എന്താണ് ഇതിലൊരു എക്സൈറ്റ്മെന്റ്? എന്ന ത്രില്ലർ ആണോ? എന്താണ് അതില്? എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് അതങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല, അതാണ് സത്യം. കാരണം ഇപ്പൊ ദാറ്റ്സ് എ മാസീവ് പ്രോജക്ട്, ഭയങ്കര വലിയൊരു എക്സ്പെക്ടേഷൻസ് ഉള്ള പ്രോജക്റ്റ് ആണ് അത്. അപ്പൊ അതിന്റെ ബാക്കി ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ഈ കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്. അതൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പരിപാടികളാണ്. അപ്പം കുറച്ചധികം ഇപ്പം ഫോർ എ സെക്കൻഡ് ഫിലിം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഇങ്ങനത്തെ ഒരു മൂവി കിട്ടാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹ്യൂജ് ബ്ലെസ്സിങ് ആണ്. അപ്പം അത് ഇവരെന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ്, ഇപ്പം ഡയറക്ടർ രതീഷേട്ടനും ചേട്ടനും വിളിച്ചപ്പോൾ പറഞ്ഞ ഡയലോഗ്, ഓക്കെ ഇത്ര ചെറിയ മിനിമം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗിവിംഗ് യു ബിഗ് ബഡ്ജറ്റ് ആൻഡ് ബിഗ് എക്വിപ്മെന്റ്സ് ഫോർ യു ടു എക്സ്പ്ലോർ. ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഈ പ്രൊജക്റ്റിൽ
ഓരോരുത്തർക്കും അവനവന്റെ ഡിപ്പാർട്ട്മെന്റ് കാണിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു വിൻ. ഓക്കെ, സോ അത് എൻജോയ് ചെയ്യുന്നു. അടുത്ത മൂവിയുടെ പരിപാടിയിലാണ്. അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ ഇനി മെയ് മാസം തുടങ്ങുവാണ്. സോ ഇനി ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്റെ കാര്യങ്ങളിൽ. സോ അമേസിങ്. അപ്പം നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ടീമാണ്. ഈ ടീമിൽ നിന്ന് ഞങ്ങൾ ഇനിയും എന്താ പറയുക അടിപൊളി പ്രോജക്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇനിയും ലൂപ്പിലാക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം വന്ന് നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസും നിങ്ങളുടെ ഈ ജേർണിയും ഷെയർ ചെയ്തതിൽ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിത്ത് യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.